നമുക്ക് ഇനി മുളക് നട്ടാലോ? കുഴിച്ചിട്ടിട്ടുണ്ടാവുമെന്ന് നോക്കാം കേട്ടോ. നമുക്ക് നല്ല സൂപ്പർ മുളകാണ് കേട്ടോ. അങ്ങനെ ഞാൻ മുളക് നടാനായിട്ട് പോയിട്ടായി. എങ്ങനെയാണ് ചെയ്യാമെന്നൊന്നും അറിയില്ല. ഇങ്ങനെ ചെറുതായിട്ട് കൈക്കോട്ടെടുത്ത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മണ്ണിനെയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് അതിൽ മുളക് ഇട്ടിട്ട് അതിൻ്റെ കുരുവും അതൊക്കെ ഇട്ടിട്ട് ആക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണേ കേട്ടോ. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നല്ല റെഡ് കളറായിട്ട് ഇരിക്കുന്ന മുളകായി കണ്ടപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിങ്ങനെ മുളകിന് ഒരു ചെറിയ കീറലൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുരുക്കളൊക്കെ അതിലിട്ടിട്ട് മുളകിൻ്റെ തൊലി മയിലന്നെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ ഇരിക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല എളുപ്പമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് കൈയൊക്കെ നല്ല നീറ്റലായിരുന്നു കേട്ടോ. എരിയായിരുന്നു കൈയൊക്കെ മുളക് പിടിച്ചിട്ട്. അപ്പം ഞാനിങ്ങനെ കുരുവൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്ത് അതും അവിടെ ഇട്ട് മണ്ണൊക്കെ ഇട്ട് മൂടി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്തത്. ഇനി ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ആദ്യമൊന്നും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് ഇങ്ങനെ മുളക് കുഴിച്ചിടുക, അതുപോലെ തക്കാളി കുഴിച്ചിടുക, ഇതൊക്കെ ഇപ്പോഴാണ് കേട്ടോ എനിക്ക് തോന്നണത്. തക്കാളി കുഴിച്ചിട്ടിട്ട് കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ തക്കാളി കിട്ടി. പിന്നെ അന്നൊന്നും എനിക്ക് ചാനൽ ഉണ്ടായില്ല. അപ്പോൾ അതൊന്നും കാണിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ അതേപ്പോൾ മുളക് ഉണ്ടാവുമെന്ന് നോക്കാം. ഉണ്ടാവുമ്പോൾ ഞാൻ ഇതിലിടാം കേട്ടോ വീഡിയോസൊക്കെ. അപ്പം മുളകൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതേ ചേട്ടൻ കൊത്തമര അരിഞ്ഞ് തരാം കേട്ടോ. എനിക്ക് ഭയങ്കര മടി കൊത്തമരയൊക്കെ അരിയാനായിട്ട്. അപ്പോൾ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ അരിഞ്ഞു തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചോറൊക്കെ അടപ്പത്ത് ഇട്ടിട്ടാണ് ഞാൻ മുളക് കുഴിച്ചിടാൻ പോയത് കേട്ടോ. അപ്പോൾ അരി ഇട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വേവട്ടെ അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് പോയപ്പോൾ പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. വെയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴക്കാർ വന്ന് മഴയൊക്കെ കഴിഞ്ഞു. അതിന് തൊട്ട് മുമ്പുള്ള നല്ല പൊള്ളണ വെയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇരിഞ്ഞാലക്കുട പോകാനുണ്ടായിരുന്നു കേട്ടോ. ഇരിഞ്ഞാലക്കുട പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളൊരു കോൾഡ് കോഫി കുടിച്ച് ഞങ്ങളും ഇങ്ങോട്ട് പോന്നു കേട്ടോ. വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് ഡ്രസ്സും ചെരുപ്പ് എടുക്കാനാണ് കേട്ടോ പോയത്. അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ സ്കൂളിലേക്കാണ് കേട്ടോ പോയത്, നദാനി നോഹിനെ എടുക്കാനായിട്ട്. അപ്പം നോഹ് വരുന്നുണ്ട്. ഞാൻ വരാറില്ല കേട്ടോ. അപ്പച്ചൻ അല്ലെങ്കിൽ ചേട്ടനാണ് വരാറ്. അപ്പം എന്നെ കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട് മുഖത്ത്. അപ്പോൾ ഫ്രണ്ടിനെയൊക്കെ പരിചയപ്പെടുത്തി തരികയാണ് കേട്ടോ എനിക്ക്. അപ്പം നദാനെ കാണാനില്ല. അപ്പം നോഹിനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി നദാൻ വരട്ടെ. നദാനി നോക്കിയിട്ടുള്ള നിപ്പാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിനെയൊക്കെ കാണിച്ചു കൊടുക്കണം അമ്മേനെ. അപ്പം നദാൻ വരുന്നുണ്ട്. നദാൻ എന്നെ കണ്ട് ഗോഷ്ടി കാണിച്ച് വന്നത് കേട്ടോ. അപ്പോൾ ആ ചേച്ചീനെ കണ്ടില്ല. അപ്പോൾ ആളൊന്ന് ചമ്മി ചെറുതായിട്ട്. അങ്ങനെ ഞങ്ങളങ്ങനെ പോയി. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ, ഫ്ലാഗൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ ഇത് നദാൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവളോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. അവിടെ ബാക്കിൽ ഫ്ലാഗ് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അവർക്ക് ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ബൂസ്റ്റ് കുടിക്കാനായിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ട് പറയുന്നതാണ് ഞങ്ങൾക്ക് ബൂസ്റ്റ് വേണം. അപ്പം അത് മേടിക്കാനായിട്ട് മേടിച്ച് കൊടുക്കാനായിട്ടാണ് പോയത്. അപ്പോൾ അവിടെ നല്ലൊരു ചായക്കടയുണ്ട്, അവിടേക്കാണ് പോയത്. അവിടെ പോയിട്ട് ചായയൊക്കെ ബൂസ്റ്റൊക്കെ കുടിച്ചു. ഞങ്ങൾ കഴിച്ചില്ല, ഞങ്ങൾ നേരത്തെ കഴിച്ചുല്ലോ. അപ്പോൾ അത് കാരണം ഇവർക്ക് ബൂസ്റ്റ് മേടിച്ച് കൊടുത്ത് ഞങ്ങൾ ഓരോ ഉള്ളിവട മാത്രം കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കല്ലേ എൻ്റെ ആൻറ്റീരെ മോൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട്. അപ്പോൾ ആളെ ഇടയ്ക്ക് അവിടെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടു, പ്രതീക്ഷിച്ചില്ല കാണുമെന്ന്. അപ്പോൾ അങ്ങനെ കണ്ടു. കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പതുക്കാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടാ വീട്ടിലേക്ക്. അപ്പോൾ ഹായ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പച്ചന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 2 ഉള്ളിവടയൊക്കെ അപ്പച്ചന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചൻ പള്ളിയിലൊരു ആൻറ്റി വീണുണ്ടായിരുന്നു, ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്, എന്തിട്ടുണ്ടായെന്നൊക്കെ ഇങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ പറയാണ്. അപ്പോൾ അപ്പച്ചൻ ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.